സോപാനം സ്കൂളിന്റെ പുത്തൻ കാൽവെപ്പ്. സോപാന സംഗീതത്തിൽ വനിതകളടക്കമുള്ള 24 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കണ്ടനകം കോട്ടക്കുന്ന് ശ്രീ നീലകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രവാദ്യ കലകളുടെ മഹത്വം ഉയർത്തിപ്പിടിച്ച് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം പുതിയൊരു ചരിത്രം കുറിച്ചു. കഴിഞ്ഞ 10 മാസമായി സന്തോഷ് ആലങ്കോട്, കലാമണ്ഡലം അമൃത, ജയൻ വെള്ളാളൂർ എന്നിവരുടെ നേതൃത്വത്തിൽ തീവ്ര പരിശീലനത്തിനു ശേഷം സ്കൂളിലെ സ്ത്രീകളടക്കമുള്ള 24 പഠിതാക്കൾ കഠിന പരിശ്രമത്തിന്റെ ഫലമായി അരങ്ങേറ്റം കുറിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച സോപാന സംഗീതം സ്ത്രീ മുന്നേറ്റത്തിനായുള്ള പുതിയൊരു വേദി സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രായമായവരെ ഉൾപ്പെടുത്തിയുള്ള ഈ സംരംഭം കലാപ്രേമികളുടെ വലിയ ശ്രദ്ധ നേടി. വിദ്യാർത്ഥികളായ നിർമ്മല, വത്സല, വസുന്ധര, ജയന്തി, ഹിമാകൃഷ്ണൻ, ബീന, കാഞ്ചന, ജയശ്രീ, അമൃത, ശിവന്യ, ദേവനപ്രിയ, കാർത്തിയനി, ലതാ മുരളി, മിനിമോൾ, ദീപ, രമണി, ദേവി കൃഷ്ണ, അജിത, നാരായണൻ, ഹരിദാസ് താനൂർ, പ്രണവ്, ആദിദേവ്, ഹരികൃഷ്ണൻ, അശ്വിൻ കൃഷ്ണ തുടങ്ങി 24 പേരും തങ്ങളുടെ കഴിവ് ഭംഗിയായി പ്രകടിപ്പിച്ചു. 10 വയസ്സ് മുതൽ 65 വയസ്സുവരെയുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തി നടത്തിയ ഈ സംരംഭം സോപാന സംഗീതത്തിന്റെ കലാപ്രചാരണത്തിൽ നിർണായകമാകും. ഈ തുടക്കം ഇനി കൂടുതൽ സ്ത്രീകൾ കലാരംഗത്തേക്ക് കടന്നുവരുന്നതിന് പ്രചോദനമാകുമെന്ന് സോപാനം സ്കൂളിന്റെ ഡയറക്ടർ സന്തോഷ് ആലങ്കോട് പറഞ്ഞു. പങ്കെടുത്ത കലാകാരന്മാർക്ക് സോപാനം സ്കൂളിന്റെ ഉപഹാരം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു സമ്മാനിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ, NK അബ്ദുൽ ഗഫൂർ, KT വേണുഗോപാൽ, PT സുബ്രഹ്മണ്യൻ, PV ബാബുരാജ്, P ഹരിദാസൻ, K രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ്, എടപ്പാൾ.